അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വേദിയിലും സദസ്സിലും ഒരേപോലെ സമാദരണീയരും പ്രഗത്ഭരുമായ ഒരുപാട് ആളുകൾ ഇരിക്കുന്ന വേദിയിൽ ബുക്ക് പ്ലസിന്റെ ഒരു പ്രതിനിധി എന്നുള്ള നിലക്ക് ഇവിടെ പങ്കെടുക്കാൻ സാധിച്ചത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ബഹുമതിയായിട്ട് ഞാൻ കാണാൻ വലിയ സന്തോഷം. ഈ പുസ്തകത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പുസ്തകത്തിന്റെ ഒരു വായനയുടെ ഒരു തുടക്കക്കാരൻ, ഈ പുസ്തകം എന്നുള്ളതല്ല, വായനയുടെ കാര്യത്തിൽ ഞാൻ ഒരു തുടക്കക്കാരൻ എന്ന് വിശേഷിപ്പിക്കാനാണ് എൻ്റെ കാര്യത്തിൽ ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ളത്. ഞാൻ ഈ പുസ്തകം വായിച്ച സമയത്ത് എൻ്റെ മുമ്പിൽ വന്നിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം തൊട്ട് മുമ്പ് സംസാരിച്ച ആളുകളിൽ നിന്ന് എനിക്ക് കിട്ടി. എന്തുകൊണ്ടാണ് ഇതൊരു പാട്ട് രൂപേണ ഈ പുസ്തകത്തിന്റെ രചന വന്നത് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ടിപ്പുവിനെ കുറിച്ച് ബുക്ക് പ്ലസിലൂടെ പുസ്തകം വന്നു എന്നുള്ളത് ബുക്ക് പ്ലസിനെ ഒരുപാട് ഇഷ്ടപ്പെടുകയും ഇന്ന് ബുക്ക് പ്ലസിൽ ജോലി ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്റ്റാഫ് എന്നുള്ള നിലയ്ക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അഭിമാനമുള്ള കാര്യമായിരുന്നു. പക്ഷെ അതോടൊപ്പം ഇതൊരു പാട്ട് രൂപത്തിൽ എങ്ങനെ വന്നു എന്നുള്ളത് ഒരു ചോദ്യമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇക്കത്തുള്ള മാഷൊക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, അവരുടെ ഉമ്മമ്മയൊക്കെ പാടി നടന്ന പാട്ടുകൾ എൻ്റെ ഓർമ്മയിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിശ്വസിക്കുന്നത് പുതിയ തലമുറയിലെ ഉമ്മമാരും ഉമ്മമാരും നമ്മളെല്ലാവരും ഇതിനെ ഒരു ശീലങ്ങളായിട്ട് നമ്മൾ പാടി അടുത്ത തലമുറയിലേക്ക് കൈമാറാൻ ഏറ്റവും നല്ല മാധ്യമം മാപ്പിളപ്പാട്ട് ഇശലുകളാണ് എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. അതിനുള്ളൊരു ഉത്തരം എനിക്ക് ഈ ഒരു വേദിയിൽ വെച്ച് കിട്ടാനായി. ബുക്ക് പ്രസിനെ സംബന്ധിച്ചിടത്തോളം 8 വർഷത്തിനിടക്ക് വളരെ അഭിമാനകരമായിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങൾ ഇറക്കാൻ സാധിച്ചു. അതിൽപ്പെട്ട ഇപ്പോ ഒരു സാക്ഷ്യം പറയുകയാണെങ്കിൽ, ഈ കഴിഞ്ഞ ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾ വിൽക്കപ്പെട്ട ഒരു പുസ്തകം ഈ ടിപ്പു സുൽത്താൻ കിസ്സപ്പാട്ടായിരുന്നു. അവിടെ സജീവമായിട്ട് നസ്രുദ്ദീൻ മണ്ണാർക്കാട് അതേപോലെ അവരുടെ കൂട്ടുകാരായിട്ടുള്ള ഈ മാപ്പിളപ്പാടിനെ സ്നേഹിക്കുന്ന ഒരു പറ്റം ചെറുപ്പക്കാർ എന്ന് ഞാൻ എടുത്തു പറയണം. ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ പഠനങ്ങളും കാര്യങ്ങളും ഇപ്പൊ മാഷ ഇവിടെ പറഞ്ഞ സംഗതി വാലില്ല കമ്പി എന്നൊക്കെ പറഞ്ഞ സാധനമൊക്കെ അവിടുന്ന് ഇങ്ങനെ വിശദീകരിച്ചു തന്നിട്ടുണ്ടായിരുന്നു. വളരെ എന്താ പറയുക, ഒരു കുട്ടിയുടെ കൗതുകത്തോടെ ഞാൻ അതൊക്കെ ഇങ്ങനെ കേട്ടു. വളരെ സന്തോഷം തോന്നി. അൽഹംദുലില്ലാ ബുക്ക് പ്ലസിൽ ഇത്തരത്തിലുള്ള ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷമാണ്. അതോടൊപ്പം ഈ പുസ്തകത്തിന്റെ തന്നെ ഒരു ആവിഷ്കാരം യൂട്യൂബില് മാസ മീഡിയ എന്നുള്ള ഒരു പേജിൽ ഇതിന്റെ ആവിഷ്കാരം ചെയ്തിട്ടുണ്ട്. അതും വളരെ എന്താ പറയാ സുന്ദരമായിട്ട് നമുക്ക് വളരെ ആസ്വദിച്ച് കേൾക്കാവുന്ന രീതിയിൽ ഒരു വീഡിയോ ആയിട്ടും അതിന്റെ പോഡ്കാസ്റ്റ് പോലെ കേൾക്കാൻ സാധിച്ചു. വളരെ സന്തോഷമായി. ഏതായാലും അൽഹംദുലില്ലാ ഇത്തരത്തിലുള്ള ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ച ഇതിന് സംഘാടകർക്കും ഇവിടെ എല്ലാവർക്കും ആശംസകൾ ബുക്ക് പ്ലസിന്റെ പേരിൽ നടന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.